ഞാനിപ്പോൾ പോകുന്നത് മുകളിലേക്കാണ്. മുകളിലേക്ക് എന്തിനാ പോകുന്നത്? താഴേക്ക് ഇറങ്ങാൻ. ഫോണിൽ സ്ക്രീൻ കാർഡ് ഒട്ടിക്കാൻ. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഉദ്ദേശിച്ച പോലത്തെ കാർഡില്ല. പക്ഷെ കാർഡല്ല, എന്തു തിരക്കാത്. അപ്പം കാണിച്ചത് അപ്പം എൻ്റെ സിദ്ധു വാങ്ങി തന്ന ഫോണിൻ്റെ താഴെ വീണ് ഞാൻ ഇങ്ങനെ ഇപ്പോൾ പൊന്നുപോലെയാണ് സൂക്ഷിക്കണത്. എപ്പോൾ അത് താഴെ വീണ് പൊട്ടി എൻ്റെ ഹൃദയം പൊട്ടിപ്പോവും. അപ്പോൾ അത് ഒട്ടിക്കാൻ ഇവിടെ കിട്ടുന്നത് തന്നെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് വേറെ അല്ലറ ചില്ലറ പരിപാടികളുണ്ട്. ഇന്ന് വൈകുന്നേരം നമ്മൾ എന്ത് കാണാൻ പോകും? തുടരും സിനിമ കാണാൻ പോകും. അപ്പം അതെന്താ സിദ്ധു? എന്ത്? എനിക്കൊന്നും മനസ്സിലായില്ല. ഇത് സിദ്ധുവിൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഷോപ്പാണ്. ഇവിടെ എത്ര നേരം വേണമെങ്കിലും സിദ്ധുവിന് ഇരിക്കാൻ കുഴപ്പമില്ല. കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കടയും സിദ്ധുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കട. ഗെയിമിങ് സാധനങ്ങൾ കിട്ടും. അതുപോലെ ഫുൾ കാർട്ടൂൺസും അതുപോലെ ഗെയിം റിലേറ്റഡ് അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. എനിക്ക് വിവരമില്ലാത്ത കുറേ സാധനങ്ങളാണ് ഈ കടയിലുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ബോറടിക്കും. ഇവിടെ വന്നിരിക്കുന്നു പറഞ്ഞു. ഇവിടെ കാണുമ്പോൾ ഏതെങ്കിലും അതിഷ്ടമായിരുന്നു, എനിക്കിത് ഇഷ്ടമായിരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ എനിക്ക് നാളെ വന്നത് മുഴെടുക്കാൻ. ഇതിഷ്ടായേ? ഈ പച്ച അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. സിദ്ധു പറഞ്ഞ പോലെ സിദ്ധു എന്നെയും കൂട്ടി പർച്ചേസിന് വന്നിരിക്കുകയാണ്. അതായത് സിദ്ധു വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് ഇഷ്ടപ്പെടില്ലെന്ന് സിദ്ധുവിന് തന്നെ ഒരു സംശയം. കാരണം ഡ്രസ്സിൻ്റെ കാര്യത്തിൽ സിദ്ധുവിന് അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. അപ്പം ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇത് കൊള്ളാം എന്ന് പറയുമ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങിച്ചാൽ മതിയല്ലോ എന്നുള്ളൊരു സെയിം പരിപാടിക്ക് ഇറങ്ങിയിരിക്കുകയാണ് സിദ്ധു. സിദ്ധുവിനൊരു സർപ്രൈസ് കൊടുക്കാം. സിദ്ധുവിനൊരു ഷൂ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കുന്നു അത് സിദ്ധു എന്നെ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോയിരിക്കും. ആ സൈസ് അത് അവിടെ ഉണ്ടായാൽ മതിയായിരുന്നു. ഓക്കെ, സിദ്ധു സർപ്രൈസ് ആണെന്ന് നോക്കാം. ഈ ഷൂ എടുത്തു കേട്ടോ. സിദ്ധു എന്ന് പറഞ്ഞതല്ലേ. ഇത് ഒരു സർപ്രൈസ് പോലും മുഖത്ത് കാണിക്കുന്നു. US 10 UK 9 അല്ലേ? എന്ത് പറയുന്നു സിദ്ധു? ഷൂ ഇട്ടിട്ട് അപ്പം ഷൂവിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അന്ന് ഷൂ വാങ്ങിക്കാൻ പോയ സമയത്ത് സിദ്ധുവിന് വല്ലപ്പോഴും ആണ് ഒരു ഷൂ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ അപ്പം വാങ്ങിയില്ലെങ്കിൽ കാണാനും ഉണ്ടാവില്ല. അപ്പോൾ അത് ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം ഞാൻ അന്ന് കണ്ടപ്പോൾ ഞാനത് വീഡിയോ എടുത്ത് വെച്ചു. കാരണം എനിക്ക് ഷൂവിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാനത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സിദ്ധു എനിക്ക് ഡ്രസ്സ് മേടിക്കാൻ പോയ സമയത്ത് ഞാനത് പോയി അവിടെ കണ്ടതുകൊണ്ട് ഭാഗ്യത്തിനത് കിട്ടി. അപ്പം സിദ്ധുവിനെ ഹാപ്പി ആക്കാമെന്ന് വിചാരിച്ചു. കാരണം സിദ്ധുവിന് ഇഷ്ടപ്പെട്ടത് ആ സമയത്ത് കിട്ടൂല, നമ്മളപ്പം വാങ്ങിക്കൂല, പിന്നീട് പോകുമ്പോൾ അത് ഉണ്ടാവില്ല. അപ്പം ഇനി അത് അങ്ങനത്തെ ഒരു എന്താ പറയുക, ഇതിൻ്റെ മുന്നേ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പം സിദ്ധുവിന് ഇഷ്ടപ്പെട്ട തന്നെ കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാനത് അങ്ങനെ വാങ്ങിച്ചതാണ്.
പിന്നെ ആക്ച്വലി പറയുകയാണെങ്കിൽ അന്ന് ഞാനും എനിക്ക് വേണ്ടിയിട്ട് സെൽഫായിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ, അതായത് നമ്മൾ പണ്ടൊന്നും ഇങ്ങനെ നമുക്ക് വേണ്ടി ഒരു ബർത്ത്ഡേക്ക് ഡ്രസ്സൊന്നും വാങ്ങൂല്ല, ഒന്നും ചെയ്യില്ലല്ലോ. പക്ഷേ ഇവിടെ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ബർത്ത്ഡേക്ക് നമ്മളെ ഹാപ്പി ആക്കാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ. പക്ഷേ സിദ്ധു ഒരു ഡ്രസ്സ് മേടിക്കുന്നു പറഞ്ഞാൽ 2 ഡ്രസ്സ് മേടിച്ചു. അതുകൊണ്ട് ഞാൻ എൻ്റെ വാങ്ങുന്നത് ക്യാൻസലാക്കി. പിന്നെ ഞങ്ങൾ നേരെ വന്നിട്ട് ഫിലിമിന് പോകാൻ അങ്കിൾ ചേച്ചിയും അങ്കിളിനെയും കൂട്ടി ഞങ്ങൾ 4 പേരും കൂടെ ആയിരുന്നു ഒരുമിച്ച് പോയത്. അപ്പം അത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഞാനിത് അടുത്ത വീഡിയോയിൽ ഇടാത്തത് ബർത്ത്ഡേ വ്ളോഗ് 2 കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ലെങ്തി ആയിപ്പോൾ, അതുകൊണ്ടാണ് ഞാനിത് പാർട്ട് 1 ആക്കി ഇട്ടത്. അപ്പം ഏതൊക്കെ ഡ്രസ്സാണ് എടുത്തതെന്നൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ഫോട്ടോസ് ഓൾറെഡി ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഡ്രസ്സ് അറിയാം, പക്ഷേ അടുത്ത ഡ്രസ്സ് ഏതാണ് സെക്കൻഡ് വൺ എന്നറിയാൻ നിങ്ങൾ അടുത്ത വീഡിയോ കാണൂ. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.